So good morning to all. So നമ്മൾ ഇന്നലെ പ്ലേനാർ ഗ്രാഫ് എന്താണെന്ന് പഠിച്ചു. ഗ്രാഫ് തിയറിയിൽ മൊഡ്യൂൾ 4 ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ടോപ്പിക് പ്ലേനാർ ഗ്രാഫ് എങ്ങനെയാണ്, അതെങ്ങനെ ഐഡന്റിഫൈ ചെയ്യും, അല്ലെങ്കിൽ നോൺ പ്ലേനാർ ഗ്രാഫിനെ എങ്ങനെ പ്ലേനാർ ഗ്രാഫിലോട്ട് മാറ്റും, ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. സോ ഇന്നത്തെ വീഡിയോ നമ്മൾ യൂളേഴ്സ് തിയറം സ്റ്റാർട്ട് ചെയ്യണം. ഗ്രാഫ് തിയറിലെ വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു തിയറമാണ് യൂളേഴ്സ് തിയറം. ആ തിയറം എഴുതാനും അതുപോലെ പ്രൂഫും ചോദിക്കാറുണ്ട്. സോ എന്താണ് യൂളേഴ്സ് തിയറം, അതിൻ്റെ പ്രൂഫ് എങ്ങനെയാണ്, അതിൻ്റെ ഫോർമുല എങ്ങനെയാണ്, അതൊക്കെയാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. സോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, നമുക്കപ്പം ലെറ്റ്സ് മൂവ് ഓൺ ടു ദ വീഡിയോ. സോ ലെറ്റ്സ് മൂവ് ഓൺ ടു യൂളേഴ്സ് തിയറം. സോ യൂളേഴ്സ് തിയറത്തിൻ്റെ ആദ്യം ഡെഫിനിഷൻ ചോദിക്കാൻ 4 മാർക്കിനോ 3 മാർക്കിനോ ചോദിക്കാൻ എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. യൂളേഴ്സ് തിയറം എന്താണ്, അതിൻ്റെ ഫോർമുല എന്താണെന്നൊക്കെ. സോ സിംപ്ലി യൂളേഴ്സ് തിയറം എന്താണെന്ന് നമുക്ക് ഡെഫിനിഷൻ നോക്കാം. സോ യൂളേഴ്സ് തിയറം: a connected planar graph G has V vertices, E edges and F regions, then V of G plus F of G minus E of G equal to 2. ഈ സെന്റൻസ് ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുമ്പോൾ ഒന്നും മനസ്സിലാവില്ല, പക്ഷെ സിമ്പിൾ ആണ് എൻ്റെ മീനിങ്. എന്തെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം. യൂളേഴ്സ് തിയറം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു കണക്റ്റഡ് ആയിട്ടുള്ള പ്ലേനാർ ഗ്രാഫ്, നമ്മൾ പ്ലേനാർ ഗ്രാഫ് എന്താണെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു, അതേപോലെ ഒരു കണക്റ്റഡ് ആയിട്ടുള്ള പ്ലേനാർ ഗ്രാഫിന് G ആണെന്ന് വിചാരിക്കുക. ഒരു ഗ്രാഫിന്റെ പേരാണ് G. അതിലെ V വെർട്ടിസസും E എഡ്ജസും F റീജിയൻസും എന്ന് വിചാരിക്കുക. V വെർട്ടിസസ് അറിയില്ല. ഇപ്പോൾ എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. കണക്റ്റഡ് ആയിട്ടുള്ള ഒരു പ്ലേനാർ ഗ്രാഫ് ആണ് നമ്മളിപ്പോൾ വരയ്ക്കാൻ പോകുന്നത്. ഓക്കെ, ഇതൊരു കണക്റ്റഡ് ആയിട്ടുള്ള പ്ലേനാർ ഗ്രാഫ് ആണല്ലോ. ഈ ഗ്രാഫിന്റെ ഇതൊക്കെ വെർട്ടിസസ് ആണ്. V1, V2, V3, V4. ഓക്കെ, എഡ്ജസ് അറിയാലോ. E1, E2, E3, E4, E5, E6. അങ്ങനെ 6 എഡ്ജസും 4 വെർട്ടിസസും ഉള്ള ഒരു പ്ലേനാർ ഗ്രാഫ് ആണ്. ഇത് കണക്റ്റഡ് ആണ്. സോ ദിസ് ഇസ് എ കണക്റ്റഡ് പ്ലേനാർ ഗ്രാഫ്. അങ്ങനെയാണെങ്കിൽ അതിന്റെ F റീജിയൻസ്, ഇവിടെ നമ്മൾ റീജിയൻസ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് വരുന്നത് നമ്മൾ ഇന്നും മുമ്പ് പഠിച്ചിട്ടുണ്ട്. റീജിയൻസ് എന്ന് പറയുമ്പോൾ ഇവിടെ ഇതിന്റെ അകത്തുള്ള റീജിയൻസ് ആണ് ഈ പറയുന്നത്. അതായത് ഇവിടെ ഒരു എഫ് എന്ന് പറഞ്ഞ റീജിയൻസ് ആണ്. സോ കണ്ടോ, ഇതാണ് റീജിയൻസ്. ഔട്ടർ മോസ്റ്റ് ഒരു റീജിയൻ വരും, അതാണ് ഈ കാണിച്ചത്. മൊത്തം 1, 2, 3, 4 4 റീജിയൻസ് മൊത്തത്തിൽ ഈ ഗ്രാഫിലുണ്ട് ഇല്ലേ. ഇതാണ് റീജിയൻസ്. എഫ് ഡിനോട്ട് ചെയ്യണ റീജിയൻസിനായിരിക്കും. അങ്ങനെ ഒരു കണക്റ്റഡ് പ്ലേനാർ ഗ്രാഫിന് ഈ വി വെർട്ടിസസും ഈ എഡ്ജസും എഫ് റീജിയൻസും ഉണ്ടെങ്കിൽ അതിന്റെ ഫോർമുലയാണ് ഈ തിയറം പ്രകാരിച്ച് എങ്ങനെയായിരിക്കും. വി ഓഫ് ജി എന്ന് പറഞ്ഞാൽ വെർട്ടിസസ് ഓഫ് ജി, ഗ്രാഫ് ജിയിലെ വെർട്ടിസസ് പ്ലസ് റീജിയൻസ് ഓഫ് ജിയിലെ റീജിയൻസ്, ഔട്ടറും ഇന്നറും എല്ലാ റീജിയൻസും, അതിന്റെ കൂടെ മൈനസ് എഡ്ജസ് ഓഫ് ജി, ആ ഗ്രാഫിലെ എഡ്ജസും കൂടി മൈനസ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 2 എന്ന് കിട്ടും. അതാണ് യൂളേഴ്സ് തിയറം പറയുന്നത്. സോ ഈ ഫോർമുല അനുസരിച്ച് നമുക്ക് എത്ര എണ്ണം കിട്ടണം? 2 എന്ന് കിട്ടണം. സോ യൂളേഴ്സ് തിയറം ഇതാണ്. ജസ്റ്റ് ഡെഫിനേഷൻ ജസ്റ്റ് മനസ്സിലാക്കുക. ഡെഫിനേഷൻ ചോദിക്കുമ്പോൾ ഇത് എന്തൊക്കെയുണ്ട് ആ ഒരു ഗ്രാഫിൽ, വെർട്ടിസസ്, എഡ്ജസ്, എഫ് റീജിയൻസ്, ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു കണക്റ്റഡ് പ്ലേനാർ ഗ്രാഫാണ് നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ യൂളേഴ്സ് തിയറം പ്രകാരം ഫോർമുല എന്താണ്? ഇതാണ് എഴുതേണ്ട ഫോർമുല. V of G plus F of G minus E of G equal to 2. നമുക്ക് എന്ത് കിട്ടണം? 2 കിട്ടണം. ഓക്കെ, എക്സാമ്പിൾ വേണമെങ്കിൽ നിങ്ങൾക്ക് എക്സാമ്പിൾ ഒരു പടം വരച്ച് ഡിഫൈൻ ചെയ്ത് കൊടുക്കാം. അതിനെക്കാട്ടി നമുക്ക് ഇത് പ്രൂഫ് ചോദിച്ചാൽ എക്സാമ്പിൾ വരച്ച് കാണിച്ചു കൊടുക്കേണ്ടി വരും. ഓക്കെ, സോ നമുക്കിനി ഇത് തിയറം എന്താ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. എന്താണ് തിയറം? ഡെഫിനിഷൻ മനസ്സിലായല്ലോ. ഡെഫിനിഷൻ ചോദിക്കുമ്പോൾ 3-4 മാർക്കിന് ഇതൊക്കെ എഴുതുക. ഇനി പ്രൂഫ് ചോദിക്കാം. യൂളേഴ്സ് തിയറം, ഡിഫൈൻ യൂളേഴ്സ് തിയറം ആൻഡ് റൈറ്റ് ഡൗൺ ഇറ്റ്സ് പ്രൂഫ് ഫോർ prove that Euler's theorem satisfies for all the connected planar graph. അങ്ങനെയും ചോദിക്കാം. സോ യൂളേഴ്സ് തിയറത്തിന്റെ പ്രൂഫ് നമുക്ക് നോക്കാം. സോ നമുക്ക് പ്രൂഫിലോട്ട് നോക്കാം. പ്രൂഫ് നമ്മൾ ആദ്യം കൺസിഡർ ചെയ്യാൻ പോകുന്ന VEF be the set of vertices, edges and regions of a plane graph G. സോ ഒരു പ്ലെയിൻ ഗ്രാഫ് ജിയിലെ വെർട്ടിസസ് ആണ് VEF. അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. Let n is equal to modulus V, that is F is equal, small letter f ആണ്, F is equal to F and E is equal to modulus E. Okay, so we have to prove this theorem by using the result, prove the result by mathematical induction on E. Mathematical induction ഉപയോഗിച്ചാണ് നമ്മൾ ഇത് പ്രൂവ് ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ ഫസ്റ്റ് ഇക്ക് നമ്മൾ 0 എന്ന് പറഞ്ഞ വാല്യൂ കൊടുക്കാം. ഇഫ് E is equal to 0, E 0 ആയാൽ then n is equal to 1, F is equal to 1. മനസ്സിലായത്? എന്തുകൊണ്ടാണ് ഈ 0 ആകുമ്പോൾ എന്നും എഫും 1 ആവാൻ കാരണം അറിയാവോ? ഓക്കെ, ഇവിടെ സൈഡ് നോക്കൂ. ഈസ് ഈക്വൽ ടു 0 എന്നല്ലേ പറഞ്ഞാൽ. ഈസ് ഈക്വൽ ടു 0 എന്ന് പറയുമ്പോൾ ഈസ് ഈക്വൽ ടു 0 നമ്മളിപ്പോൾ ഒരു ഗ്രാഫ് എടുക്കുകയാണ്. ഗ്രാഫിന്റെ എഡ്ജ് 0 ആണ്. എഡ്ജ് ഇല്ലാത്ത എന്തെങ്കിലും ഒരു ഗ്രാഫ് കാണുമെങ്കിൽ ഇതിന് എഡ്ജ് ഇല്ല അല്ലേ? എഡ്ജ് ഉണ്ടോ? വെർട്ടിസസേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ അതിന്റെ n is equal to 1 ആയിരിക്കും. എന്നാണ് ഇവർ ഉദ്ദേശിക്കുന്നത്.
ഇത് തമ്മിൽ ഒരു പോയിന്റ് ആണ് വിചാരിക്കും, ഇതില്ല, ഇതാണെന്ന് വിചാരിക്കും. ഇങ്ങനെയാണെങ്കിൽ ഇതിന്റെ വെർട്ടിസസ് എത്രയാണ്? n is equal to 1. അതാണ് ഇവിടെ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ n is equal to 1, കാരണം ഇവിടെ എഡ്ജസ് ഇല്ല വേറെ. സോ n is equal to 1 ആയിരിക്കും. റീജിയൻസ് ആണെങ്കിൽ ഒരു റീജിയൻ ഉള്ളൂ, അതാണ് f is equal to 1. സോ സിമ്പിൾ ആയിട്ട് ജസ്റ്റ് കോമൺ സെൻസ് ഉപയോഗിച്ചാൽ മതി. ഈസ് ഈക്വൽ ടു 0 എന്നാണ്, എഡ്ജസ് അവിടെ ഒന്നും ഇല്ല എന്നാണ്. എഡ്ജസ് ഇല്ലാത്ത ഒരു ഗ്രാഫ് എന്തായിരിക്കും? ജസ്റ്റ് എ ഡോട്ട്, അതായിരിക്കും എഡ്ജസ് ഇല്ലാത്തൊരു ഗ്രാഫ്. അതിൽ ഒരു വെർട്ടിസസ് ഒരു റീജിയൻ മാത്രമേ കാണുള്ളൂ, അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഫോർമുല അനുസരിച്ച് n പ്ലസ് എഫ് മൈനസ് ഇ ഈസ് ഈക്വൽ ടു 2 എന്നായിരിക്കും. കാരണം എന്നിന്റെ വാല്യൂ എത്ര? 0 പ്ലസ് എഫ് 1 മൈനസ് 1 അല്ലേ? പ്ലസ് 1 മൈനസ്, അല്ല സോറി, ഇവിടെ അല്ലേ 0, ഇവിടെ 1 പ്ലസ് 1 മൈനസ് 0 എന്ന് വരും. സോ എത്രയായിരിക്കും? 2. സോ ഹെൻസ് ദ പ്രൂവ്, ഇത് തിയറ. ഫസ്റ്റ് ഒരു കണ്ടീഷൻ നമ്മൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു ഇല്ലേ? സെക്കൻഡ് നമുക്ക് നോക്കാം. ഇനി ഇക്ക് 1 ഇട്ട് കൊടുക്കാം. സോ നമ്മൾ ഇനി എന്ത് ചെയ്യുമ്പോൾ ഇക്ക് 1 കൊടുക്കുക. ഇക്ക് 1 കൊടുത്ത് ഒരു എഡ്ജ് ഉണ്ടെന്നാ, ഒരു എഡ്ജ് ഉണ്ടെങ്കിൽ അത് ഇങ്ങനത്തെ ഒരു ഗ്രാഫ്. സോ ഒരു എഡ്ജ് ഉള്ളതുകൊണ്ട് n is equal to 2, കാരണം 2 വെർട്ടിസസ് ആണ് ഉള്ളത്. അതേപോലെ റീജിയൻ എന്ന് പറഞ്ഞാൽ 1 ആയിരിക്കും അല്ലേ? സോ നമുക്ക് ഫോർമുല ഇട്ട് കൊടുക്കാം. എങ്ങനെ കൊടുക്കും? n പ്ലസ് എഫ് മൈനസ് ഇ ഈസ് ഈക്വൽ ടു 2. സോ 1 പ്ലസ് n 2 ആണല്ലേ, 2 പ്ലസ് 1 മൈനസ് 1. സോ 2 ആയിരിക്കും ആൻസർ. അതല്ലേ ഇവിടുത്തെ ആൻസറും. n പ്ലസ് എഫ് മൈനസ് ഇ ഫോർമുല അനുസരിച്ച് നമുക്ക് കിട്ടിയില്ലേ? 2 എന്ന് ആൻസർ കിട്ടിയില്ലേ? സോ ഈ രണ്ട് കണ്ടീഷൻസും ഇവിടെ എന്ത് മാത്തമെറ്റിക്കൽ ഇൻഡക്ഷൻ വഴി നമുക്കിവിടെ യൂളേഴ്സ് തിയറം ട്രൂ ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യാം. നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഒരു വേറെ ഒരു ഈ കണ്ടീഷൻ കണക്റ്റഡ് ഗ്രാഫ്സിന്, എല്ലാ കണക്റ്റഡ് ഗ്രാഫ്സിനും ഇത് ട്രൂ ആണെന്ന് നോക്കുകയാണ്. നൗ അസ്യൂം ദാറ്റ് ദ തിയറം ഹോൾഡ്സ് ട്രൂ ഫോർ ഓൾ കണക്റ്റഡ് ഗ്രാഫ് വിത്ത് ഫീവർ ദാൻ ഇ എഡ്ജസ്. അതാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. സോ ഈ രണ്ട് തിയറം പ്രൂവ് ചെയ്യുന്നത് പോലെ തന്നെയാണ് ഇനി നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത്. സോ അതെങ്ങനെയാണ് നമുക്ക് നോക്കാം. സോ ഇവിടെ നമ്മൾ ജി ബി എ കണക്റ്റഡ് പ്ലെയിൻ ഗ്രാഫ് വിത്ത് ഇ എഡ്ജസ്. ഒരു ജി എന്ന് പറഞ്ഞൊരു പ്ലെയിൻ ഗ്രാഫ് എടുത്തിട്ടുണ്ട്, കണക്റ്റഡ് പ്ലെയിൻ ഗ്രാഫ് എടുത്തിട്ടുണ്ട്. ആൻഡ് എഡ്ജസ് വന്നിട്ട് ഇ എഡ്ജസ് ആണ്. ഇഫ് എ ജി ഈസ് എ ട്രീ ദെൻ n is equal to e പ്ലസ് 1 എഫ് is equal to 1 എന്നും കണ്ടീഷൻ കൊടുത്തിട്ടുണ്ട്. ജി ഒരു ട്രീ ആണെങ്കിൽ. അങ്ങനെയാണെങ്കിൽ ഫോർമുലയിൽ ഇട്ട് കൊടുക്കുമ്പോൾ ഇ പ്ലസ് 1 പ്ലസ് 1 മൈനസ് ഇ, കാരണം ഇവിടെ ഈ വാല്യൂ തന്നിട്ടില്ല, അപ്പോൾ ഇ തന്നെ കൊടുക്കും. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്തായിരിക്കും? ഇ പ്ലസ് 1 പ്ലസ് 1. അപ്പോൾ ഈ ക്യാൻസൽ ആവും. അവസാനം നമുക്ക് എന്ത് കിട്ടും? 2 എന്ന് കിട്ടും. അവിടെ യൂളേഴ്സ് തിയറം എന്താണ്? പ്രൂവ് ആയി കഴിഞ്ഞു. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഇഫ് ജി ഈസ് നോട്ട് എ ട്രീ. ഇത്രയും നേരം നമ്മൾ ജി ഒരു ട്രീ ആണെന്ന് അങ്ങനെ കൺസിഡർ ചെയ്തു. ഇനി നമ്മൾ ജി ഈസ് നോട്ട് എ ട്രീ ആണെങ്കിൽ ദെൻ ഇറ്റ് ഹാസ് ക്ലോസ്ഡ് റീജിയൻസ്. ജി ഒരു നോട്ട് എ ട്രീ ആണെങ്കിൽ ക്ലോസ്ഡ് റീജിയൻസ് കാണും. അങ്ങനെയാണെങ്കിൽ ദ എഡ്ജ് ഓഫ് ദ റീജിയൻ ഫ്രം എ സൈക്കിൾ ടേക്ക് എനി എഡ്ജ് ഇ ഓൺ ദ സൈക്കിൾ ആൻഡ് ദ കൺസിഡർ ദ ഗ്രാഫ് എച്ച് ഇസ് ഈക്വൽ ടു ജി മൈനസ് ഇ എന്ന് നമ്മളൊരു കണ്ടീഷൻ കൊടുക്കുകയാണ്. ഹെച്ചിൻ്റെ വാല്യൂ എത്രയാണ്? ജി മൈനസ് ഇ. അങ്ങനെയാണെങ്കിൽ ഇ ഓഫ് എച്ച് ഈക്വൽ ടു ഇ ഓഫ് ജി മൈനസ് 1 ഈക്വൽ ടു ജി ഇ മൈനസ് 1. അതായത് ഇ ഓഫ്, ഇവിടെ എഡ്ജസിൻ്റെ കാര്യമാണ് പറയുന്നത്. ഇ ഓഫ് എച്ച് എന്ന് പറഞ്ഞാൽ ഇ ഓഫ് ജി മൈനസ് 1, ആദ്യത്തെ ഗ്രാഫ് ജി എന്ന് ആയിരിക്കും. ഓക്കെ, അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതാണ് ഇ ഓഫ് ജി ഈസ് മൈനസ് 1 ഈക്വൽ ടു ഇ മൈനസ് 1. അതേപോലെ വി ഓഫ് എച്ച് വെർട്ടിസസിൻ്റെ കാര്യം നമ്മൾ ഫോർമുല വെച്ച് നോക്കുമ്പോൾ വി ഓഫ് എച്ച് പ്ലസ് എഫ് ഓഫ് എച്ച് മൈനസ് ഇ ഓഫ് ജി ഈസ് ഈക്വൽ ടു 2 എന്ന് വേണം നമുക്ക് കണ്ടുപിടിക്കാം അല്ലേ? ഇനി നമ്മൾ ഈ ഇ ഓഫ് ജി കൊടുത്തല്ലോ, എച്ച് ഇസ് ഈക്വൽ ടു ഇ മൈനസ് 1 എന്ന് കിട്ടി. അത് നമ്മളിനി വെർട്ടിസസ് എടുക്കുകയാണ്. അപ്പോൾ വി ഓഫ് എച്ച് ഇസ് ഈക്വൽ ടു വി ഓഫ് ജി ഈസ് ഈക്വൽ ടു എൻ എന്ന് കിട്ടും, കാരണം നമ്മൾ വെർട്ടിസസ് എൻ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അതേപോലെ എഫ് ഓഫ് എച്ച് റീജിയൻസിൻ്റെ കാര്യമല്ലോ അങ്ങനെ തന്നെയാണ്. ഓക്കെ, നമ്മളിനി ഞാൻ ഒരു എക്സാമ്പിൾ കൃത്യമായിട്ട് പറഞ്ഞുതരാം. ഇപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് പറഞ്ഞു പോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല, സിമ്പിളായിട്ട് പറഞ്ഞുതരാം. എന്താണെന്ന് വെച്ചാൽ ഇ ഓഫ് എച്ച് ഉണ്ടല്ലോ, നമ്മുടെ ഇ ഓഫ് എച്ച്, അതായത് എഡ്ജസ്, എച്ചിൽ എച്ച് എന്ന് പറഞ്ഞ ഗ്രാഫിൽ ഇ ഓഫ് എച്ചിൻ്റെ മോഡുലസ് ഈസ് ഈക്വൽ ടു ഇ ഓഫ് ജി മൈനസ് 1 ആയിരിക്കും. ആ ഒരു കണ്ടീഷൻ നിങ്ങൾ ഓർത്ത് വയ്ക്കുക, കാരണം നമ്മൾ എച്ച് ഇസ് ഈക്വൽ ടു ജി മൈനസ് ഇ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇ മൈനസ് 1 അവിടെ കണ്ടീഷൻ വന്നത്. അതേപോലെ ഇനി റീജിയൻ്റെ കാര്യം എഫ് ഓഫ് എച്ച് ഇസ് ഈക്വൽ ടു ആകുമ്പോഴായിരിക്കും എഫ് ഓഫ് ജി മൈനസ് 1 ആയിരിക്കും. എഫ് ഓഫ് ജി എന്ന് പറഞ്ഞാൽ എന്താണ്? എഫ് തന്നെയാണ്. സോ എഫ് മൈനസ് 1. ഈ രണ്ടെന്ന് മനസ്സിലായാലും സിമ്പിളാണ്. ഫസ്റ്റ് പറഞ്ഞു ഇ ഓഫ് എച്ചിൻ്റെ കാര്യം, പിന്നെ എഫ് ഓഫ് ജി. ഇനി നമ്മൾ വി ഓഫ് എച്ച് എടുക്കാം. ഈ വി ഓഫ് എച്ച് നമ്മൾ ഫോർമുല ഡയറക്റ്റ് ഇട്ട് നോക്കുകയാണ്. വി ഓഫ് എച്ച് ഫോർമുല എന്താണ്? വി ഓഫ് എച്ച് പ്ലസ് എഫ് ഓഫ് എച്ച് മൈനസ് ഇ ഓഫ് എച്ച് ഇസ് ഈക്വൽ ടു 2 എന്നാണ് നമുക്ക് കിട്ടാൻ അല്ലേ? ഇനി വി ഓഫ് എച്ച് നമ്മൾ പറഞ്ഞു എന്താണ്? എൻ ആണ് അല്ലെ? വി ഓഫ് എച്ച് എൻ വെർട്ടിസസ് ആണ്, എൻ. സോ എൻ കൊടുക്കുന്നു അവിടെ. എഫ് ഓഫ് എച്ച് നമ്മൾ എന്താണ്? എഫ് മൈനസ് 1. ഇ ഓഫ് എച്ച് നമ്മൾ കണ്ടുപിടിച്ചത് എന്താണ്? ഇ മൈനസ് 1 മൈനസ് ഇ മൈനസ് 1 ഇസ് ഈക്വൽ ടു 2. സോ എൻ പ്ലസ് എഫ് മൈനസ് 1 മൈനസ് ബ്രാക്കറ്റ് പുറത്ത് നോക്കുമ്പോൾ പ്ലസ് ആവും, മൈനസ് ഇ പ്ലസ് 1 ഇസ് ഈക്വൽ ടു 2.
ഇനി ലെറ്റേഴ്സൊക്കെ ഒരുമിച്ച് എഴുതുന്നു. ദാറ്റ് ഈസ് n പ്ലസ് എഫ് മൈനസ് ഇ പ്ലസ് 1 മൈനസ് 1 ഇസ് ഈക്വൽ ടു -2. അത് അപ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ +2. സോ ഇറ്റ് ഈസ് ഈക്വൽ ടു 2. സോ ഹെൻസ് പ്രൂവ്ഡ് അല്ലേ, n പ്ലസ് എഫ് മൈനസ് ഈസ് ഈക്വൽ ടു 2. ഇതല്ലേ നമ്മുടെ യൂളേഴ്സ് തിയറം. സോ യൂളേഴ്സ് തിയറം നമ്മൾ ട്രീ അല്ലാത്ത കണ്ടീഷനിലും നോക്കി, ട്രീ ആണെന്നുള്ള കണ്ടീഷൻ നോക്കി, ഏത് കണ്ടീഷനും നമ്മൾ നോക്കിയപ്പോൾ ഇത് ട്രൂ ആണ്. ദാറ്റ് മീൻസ് എന്താണ് അതിൽ നിന്ന് മീൻ ചെയ്യുന്നത്? നമ്മൾ നേരത്തെ ഒരു കാര്യം പറഞ്ഞില്ലേ, അത് തന്നെയാണ് ഇതിൽ നിന്ന് മീൻ ചെയ്യുന്നത്. ഇറ്റ് ഈസ് ട്രൂ ഫോർ ഓൾ കണക്റ്റഡ് പ്ലെയിൻ ഗ്രാഫ്സ് വിത്ത് എഡ്ജസ്, ഈ എഡ്ജസ് എല്ലാ കണക്റ്റഡ് പ്ലെയിൻ ഗ്രാഫിലും ഇത് ട്രൂ ആണ്. സോ ഇതാണ് യൂളേഴ്സ് തിയറം. മനസ്സിലായെന്ന് വിചാരിക്കുന്നു.